الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, വിലക്കുകൾ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തഖ്വയോടെ മുത്തഖികളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായി മുത്തഖികളായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുഹറം മാസത്തെ സംബന്ധിച്ച്, അതിൻ്റെ പവിത്രതകളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. മുഹറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന നിലയ്ക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ യാത്ര, അദ്ദേഹത്തിൻ്റെ ഒരു പലായനം, ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് ഇസ്രായേലിനെയും കൊണ്ട് അദ്ദേഹം നടത്തിയ യാത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്. അത് നമുക്ക് പഠിക്കാനുള്ള ചില സന്ദേശങ്ങളെ സംബന്ധിച്ചു. അതുപോലെ തന്നെ മുഹറവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. യഥാർത്ഥത്തിൽ നമ്മൾ ചിലർ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് പോലെ മുഹറം മാസത്തിനാണ് ഹിജ്റ എന്നല്ല. ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റ ചരിത്രത്തിൽ പ്രാമാണികമായ അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വലിനാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മുഹറം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആളുകളെ അല്പാൽപമായിട്ടൊക്കെ അയച്ചു തുടങ്ങിയിട്ടുള്ള, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ള മാസമാണ്. എന്നാൽ അതുമാത്രവുമല്ല, മുഹറം എന്നത് ഇസ്ലാമിക് കലണ്ടർ രൂപപ്പെട്ടപ്പോൾ, ഹിജ്റ കലണ്ടർ രൂപപ്പെട്ടപ്പോൾ, ഒരു കലണ്ടർ അടിസ്ഥാനമായിട്ട്, ഒരു സംഭവം അടിസ്ഥാനമായിട്ട് ഒരു കലണ്ടർ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ചർച്ച ചെയ്തപ്പോൾ അതിൽ ഏത് സംഭവത്തെ അവലംബിക്കണം, അടിസ്ഥാനമാക്കണം എന്ന ചർച്ചയിൽ ആണ് ഹിജ്റ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഇവിടെ അടിസ്ഥാനമാകുന്നത്. എന്തുകൊണ്ട് മറ്റു പല സംഭവങ്ങളുണ്ട്. ബദർ യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ഹുദൈബിയ സന്ധി ഉണ്ടായി, മക്കം ഫത്ഹ് ഉണ്ടായിട്ടുണ്ട്, മക്ക വിജയം, ഇതൊക്കെ ഉണ്ട്. അതോടൊപ്പം ഹിജ്റ. അപ്പൊ ഹിജ്റയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ ഇത് വലിയ ഒരു വഴിത്തിരിവായിരുന്നു. ഇത് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു യാത്രയാണ്. ഇത് വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയില്ലേ, മലയാളത്തിനേക്കാൾ നമ്മൾ ഇംഗ്ലീഷ് ചിലപ്പോൾ പറയും. ഇവിടെ നിന്ന് തിരിഞ്ഞ്
പുതിയൊരു ദിശയിലേക്ക് ഇസ്ലാമിക സമൂഹം, ഇസ്ലാമും പ്രവാചകനും അനുയായികളും യാത്ര തുടങ്ങിയ സന്ദർഭമാണ്. അപ്പൊ ഇത് ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും വളരെ നിർണായകവുമായ ഒരു സംഭവം എന്ന നിലക്കാണ് ഹിജ്റ കലണ്ടറിന്റെ അടിസ്ഥാനം. അപ്പൊ ഹിജ്റി കലണ്ടർ എന്നാ പറയുന്നത്, ഹിജ്റ കലണ്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാമിക് കലണ്ടർ, ഹിജ്റ കലണ്ടർ. ആ കലണ്ടറിലെ 1ാമത്തെ മാസമാണ് മുഹറം. അപ്പൊ ഈ മുഹറത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഹിജ്റയെ സംബന്ധിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഹിജ്റ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്ന് പറയുന്നത്, അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടതും പറഞ്ഞതും ഒക്കെ ആണെങ്കിലും നമുക്കത് പിന്നെയും പിന്നെയും സ്മരിക്കുകയും ഓർക്കുകയും നമ്മുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യം. അപ്പൊ അതിൽ 3-4 പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒരു കാര്യം മാത്രമേ ഞാനിപ്പോൾ പറയാം, മറ്റത് ഇൻഷാ അല്ലാഹ് മറ്റ് അടുത്ത ഖുതുബകളിൽ സൗകര്യം പോലെ. ഒരു കാര്യം ഇപ്പൊ പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ, ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹിജ്റ എന്ന വാക്കിന്റെ അർത്ഥം പലായനം എന്നാണ്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളോടൊപ്പം മദീനയിലേക്ക് നടത്തിയ യാത്രയാണ് ഹിജ്റ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതൊരു ഒളിച്ചോട്ടമായിരുന്നോ? ഇതൊരു ഒളിച്ചോട്ടമേ അല്ല. ജീവനും കൊണ്ട് ഓടി. മുഹമ്മദും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ജീവനും കൊണ്ടോടി എന്നൊക്കെയാണ് ചിലർ പറയാം. അങ്ങനെ കടന്നു കളഞ്ഞു, രക്ഷപ്പെട്ടു പോയി എന്നൊക്കെയാണ്. പക്ഷേ അതങ്ങനെ ഒരു ദിവസത്തിൽ ഒരു സമയത്ത് പെട്ടെന്ന് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഓടിയ യാത്രയല്ല ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ ഓടാൻ ഒരു പ്രവാചകന് പാടില്ല. ഒരു പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം മനുഷ്യ സമൂഹത്തിൽ പൂർത്തീകരിക്കേണ്ടുന്ന ഒരു പ്രവാചകൻ ആ ദൗത്യം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരവും അനുമതി പ്രകാരവും അല്ലാതെ ആ പ്രദേശം വിട്ടു പോകാൻ പാടില്ല. അങ്ങനെ ഒരു പ്രവാചകൻ ഒരു അബദ്ധം സംഭവിച്ചു. ആ പ്രവാചകൻ അതിന് അനുഭവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിന് ഒരു ശിക്ഷ തന്നെ നൽകി എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മഹാനായ പ്രവാചകൻ യൂനുസ് നബി അലൈഹി ഇസ്ലാമാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ നമുക്കറിയാലോ. അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ അദ്ദേഹം പറയുന്നതൊന്നും ആളുകൾ കേൾക്കുന്നില്ല, അവർ ഉൾക്കൊള്ളുന്നില്ല, പ്രവാചകനെ അവർ പിൻപറ്റുന്നില്ല, അവരവരുടെ തോന്നിയതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി, വലിയ സങ്കടമുണ്ടായി, വലിയ ദേഷ്യമുണ്ടായി. എന്ന് ഖുർആനിൽ യൂനുസ് ദന്നൂൻ, മത്സ്യക്കാരൻ അല്ലെങ്കിൽ മത്സ്യം പിഴുങ്ങിയ പ്രവാചകനാണല്ലോ. അതാണ് യൂനുസ് നബി അലൈഹി സ്വലാം ദേഷ്യം പിടിച്ചുകൊണ്ട് നിങ്ങളൊന്നും നന്നാകാൻ പോകുന്നത്, നിങ്ങളെ നന്നാക്കുന്ന പണിക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടം വിട്ടു പോവാണ്. അവിടം വിട്ട് പോയിട്ട് നമുക്കറിയല്ലോ ചരിത്രം, ഒരു കപ്പലിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു പോവാം, വേറൊരു നാട്ടിലേക്ക് പോവാൻ. പോകുന്ന വഴി ആ കപ്പൽ ആടി ഉലഞ്ഞ്, കപ്പലിൽ ഭാരം കൂടുതലാണ്, ഇതിൽ നിന്ന് കുറച്ച് ആളുകളെ പുറത്താക്കിയേ പറ്റൂ. അങ്ങനെ ആര് പുറത്തിടണോ അങ്ങനെ നറുക്കിട്ടപ്പോൾ യൂനുസ് നബിയുടെ നറുക്ക് വീഴുകയും അദ്ദേഹത്തെ പിടിച്ച ആളുകൾ കടലിലേക്ക് ഇടുകയും ചെയ്യുന്ന കഥയാണ്. അത് വാവിളർന്നു നിൽക്കുന്ന ഒരു തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങുകയും ആ മത്സ്യത്തിന്റെ വയറ്റിൽ പക്ഷെ അദ്ദേഹം ദഹിക്കാതെ അങ്ങനെ കിടക്കുകയും ചെയ്ത കഥയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്, പടച്ചവനെ പറ്റിപ്പോയി, ഇത് ഞാൻ ഇത് ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് അള്ളാഹുവിന്റെ അനുമതിയോ കൽപ്പനയോ ഇല്ലാതെ ഞാൻ വിട്ടുപോയത് തെറ്റായിരുന്നു. അപ്പോഴാണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലോ, ആവർത്തിച്ച് ആ ഇരുട്ടിൽ നിന്നാണ്, ഇരുട്ടുകളിൽ നിന്നാണ് അല്ലെ. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഇരുട്ടായിരിക്കും അല്ലെ. ആ ഇരുട്ടിൽ കിടന്നിട്ട് യൂനുസ് നബി അലൈഹി സ്വലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറഞ്ഞോണ്ടേ, ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ നീ അല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി.
ഞാൻ അക്രമം ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, അതുകൊണ്ട് നീ എനിക്ക് പൊറുക്കണം, എന്നോട് മാപ്പാക്കണം, എനിക്ക് പുറത്തു തരണം എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി യൂനുസ് നബി അലൈഹി സ്വലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ മത്സ്യം അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് കരയിലേക്ക് തള്ളി. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം പിന്നെ ജീവിച്ചു പിന്നെയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന കഥയാണ്. ആ നാട്ടിലേക്ക് തിരിച്ചുപോയി പ്രബോധന പ്രവർത്തനങ്ങൾ പിന്നെയും നടത്തുകയും ആ നാട്ടുകാരൊന്നാകെ അദ്ദേഹത്തിൽ വിശ്വസിച്ചു മാറുകയും ചെയ്ത കഥയാണ് പിന്നെ ചരിത്രത്തിന് പറയാനുള്ളത്. അപ്പോ ഖുർആൻ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ തസ്ബീഹ് ചൊല്ലി പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടില്ലായിരുന്നു. യൂനുസ് രക്ഷപ്പെടുമായിരുന്നില്ല. കാരണം ചെയ്ത അബദ്ധം ഏറ്റുപറഞ്ഞ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ രക്ഷപ്പെട്ടു. നമ്മുടെ പോയിന്റ് എന്താ? ഒരു പ്രവാചകൻ ഒരു പ്രദേശം വിട്ടുകൊണ്ട് സ്വന്തം നിലയ്ക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു രാത്രിയിൽ സ്വന്തം നിലക്ക് അങ്ങ് ഇറങ്ങി ഓടിയോ എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഹിജ്റ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി പ്രകാരം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം വളരെ ആസൂത്രിതമായ കൃത്യമായ പദ്ധതിയുടെയും പ്ലാനിന്റെയും അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാറി താമസിച്ചതിന്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. അല്ലാതെ ഒളിച്ചോട്ടമല്ല എന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കി. പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ യാത്രക്ക് വേണ്ടി നടത്തിയ ചില ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഉണ്ട്, ചില പ്ലാനുകളും പദ്ധതികളും. അതെന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതിന്റെ ഏതാണ്ട് 1-2 വർഷം മുമ്പ് ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 കൊല്ലക്കാലം ഏതാണ്ട് മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു. വളരെ പരിമിതരായ ആളുകൾ മാത്രമാണ് പ്രവാചകനിൽ വിശ്വസിച്ചത്. അക്രമമർദ്ദനങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പരിഹാസവും പീഡനങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഫലമില്ല. രാവും പകലും. ഇപ്പൊ യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ അല്ലെ, ഇനി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ അല്ലെ, ഞാൻ അവരെ രഹസ്യമായി വിളിച്ചു, പരസ്യമായി വിളിച്ചു, ഒറ്റക്ക് വിളിച്ചു, കൂട്ടായിട്ട് വിളിച്ചു, രാവും പകലും വിളിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അവർക്ക് എന്നിൽ നിന്ന് അവർ ഓടി അകലുകയല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് യൂനുസ് നബി പറഞ്ഞ ഏതാണ്ട് അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ആളുകൾ കാര്യമായി പ്രതികരണങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ തീരുമാനിക്കുകയാണ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്, ഇനി ഇത് ഇപ്പൊ ഈ രൂപത്തിൽ ഇത് ശരിയാവില്ല. ഇനി പുതിയൊരു സ്ട്രാറ്റജി, പുതിയൊരു പരിപാടി, പുതിയൊരു വഴി, പുതിയൊരു മാർഗം, പുതിയൊരു രീതി അവലംബിച്ചെങ്കിൽ മാത്രമേ ഇനി ഇത് സാധ്യമാവുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആലോചിക്കാം. അപ്പൊ ആലോചിച്ച് ഇനി മറ്റൊരിടത്തേക്ക് മാറി അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ട് ഈ സന്ദേശം വിജയിപ്പിച്ചെടുക്കണം. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുക്കുന്ന ഇടമാണ് യസ്രിബ്. യസ്രിബ് എന്നത് മദീനയുടെ ആദ്യത്തെ പേരാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ എത്തിയതിനു ശേഷം മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പട്ടണം, നബിയുടെ നഗരം എന്ന് അറിയപ്പെട്ടതാണ് പിന്നെ മദീനയായിട്ട് മാറിയത്. അപ്പൊ യസ്രിബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആദ്യമായിട്ട് അതിന് ഹിജ്റയ്ക്ക് വേണ്ടി നിശ്ചയിക്കുന്ന സ്ഥലം ഒന്നാമതായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഇടം അള്ളാഹുവിന്റെ റസൂൽ മനസ്സിൽ കാണുകയും എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ ആവശ്യമായ ഒരുക്കങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനും മറ്റുമൊക്കെ ആയിട്ട് ആളുകൾ വരും. അപ്പൊ അവിടെ നിന്ന് വരുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് അവരോട് സംസാരിക്കും. അവന് കുറച്ച് ആളുകളെ കണ്ടെത്തി അവരുമായിട്ട് ആദ്യം ഒരു സംസാരം ഉണ്ടായി. നമ്മൾ അഖബ ഉടമ്പടി മദ്രസയിലെ കുട്ടികളെ നമ്മൾ പഠിക്കും ചരിത്രത്തിൽ. 1-ാം അഖബ ഉടമ്പടി, 2-ാം അഖബ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞു. ഇതാ ആദ്യം കുറച്ച് ആളുകളുമായിട്ട് കണ്ട് സംസാരിക്കും. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സത്യാവസ്ഥയും ഈ ആദർശത്തിന്റെ സത്യവും അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവര് പറയുന്നത്, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ഒരാളെ ഇവിടെ നിന്ന് പഠിപ്പിക്കാനായിട്ട്, ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇവിടുന്ന് അയച്ചു തരിക. അദ്ദേഹം വന്ന് അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തി അവിടെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് അവർ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു പ്രമുഖനായ സ്വഹാബിയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക്
ദാഇയായിട്ട്, പ്രബോധകനായിട്ട് അയച്ചു. അവ്വലു ദാഇ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ സ്വഹാബി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ചരിത്രം നമുക്കൊരിക്കൽ പറയണം. രോമാഞ്ചജനകമായ ചരിത്രമാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്നും മക്കയിലെ ഏറ്റവും സമ്പന്നമായ കുടുംബത്തിലെ സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരനാണ്. ആഡംബരപൂർണമായ ജീവിതം നയിച്ചു വന്ന മുസ്അബ് ഉപയോഗിച്ച സുഗന്ധങ്ങൾ വരെ പുറം നാടുകളിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അങ്ങനെ നമ്മളെ ഭാഷയിൽ പറഞ്ഞ അടിച്ചു പൊളിച്ച് ജീവിച്ചൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് അള്ളാഹുവിന്റെ പ്രവാചകനിൽ ആകർഷനായി, ഇസ്ലാമിൽ ആകർഷനായി, ഇസ്ലാം സ്വീകരിച്ചു. എന്ത് കൽപ്പന അള്ളാഹുവിന്റെ റസൂല് കൊടുത്താലും അത് സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കും. ആ മുസ്അബ് ഇബ്നു ഉമൈറിനെ മദീനയിലേക്ക് പ്രബോധകനായിട്ട് അള്ളാഹുവിന്റെ റസൂൽ അയച്ചു. മുസ്അബ് ഇബ്നു ഉമൈർ 1 വർഷക്കാലം അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പിന്നീട് തിരിച്ചു വന്നിട്ട് വരുമ്പോൾ കൂടെ 12 ആളുകൾ കൂടെ, 12 പേരെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് മുസ്അബ് ഇബ്നു ഉമൈർ വരുന്നു. ആ ആളുകളെ അവിടെ രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് മുസ്അബിന്റെ ചരിത്രം നമ്മൾ പറയുമെന്ന് പറഞ്ഞില്ല, അപ്പൊ നമുക്ക് പറയണം. ഈ 12 ആളുകളെ ഈ കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പിന്നെ അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഒരു ധാരണ ഉണ്ടാകുന്നത്. മക്കയിൽ നിന്ന് മുസ്ലിങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചിട്ടുള്ള ആളുകളും മദീനയിലേക്ക് മാറി താമസിക്കുന്നു, പലായനം ചെയ്യുന്നു. അവിടെ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഒരുക്കങ്ങൾ നടത്തണം, പിന്തുണ കൊടുക്കണം. ഈ ഒരു കരാറാണ് അവിടെ ഉണ്ടാകുന്നത്. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇവിടെ നിന്ന് സ്വഹാബികളെ അയക്കുന്നത്. അപ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയതല്ല എന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിന്റെ പ്ലാനിങ്, അള്ളാഹിന്റെ റസൂല് നടത്തുന്ന പ്ലാനിങ് നമ്മളൊന്ന് കാണണം. അതാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണെന്നറിയോ? ഇതൊരു പ്ലാനിങ്ങിന്റെ ഒരു പ്രധാന ഭാഗം. പിന്നെ അള്ളാഹിന്റെ റസൂല് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകളെ ഒന്നിച്ച് കൂട്ടത്തോടു കൂടി എല്ലാവരും കൂടി കൊണ്ട് ഒരു സംഘമായിട്ടുള്ള ഒരു യാത്ര അല്ല. ഒറ്റയും തറ്റയും എന്ന് പറഞ്ഞ പോലെ 2 പേര് 3 പേര് 4 പേരൊക്കെ ഉള്ള ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ആളുകളെ മെല്ലെ അയച്ചു. ഈ പോകുന്നത് നാട്ടുകാരെ അറിയുന്നേ ഇല്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ നാട്ടിൽ കുറെ ആളെ കാണുന്നില്ലല്ലോ. അത് മുഹമ്മദിന്റെ അനുയായികൾ ആയിട്ടുള്ള ആളുകൾ. അവരില്ല, അവരും കാണുന്നില്ല, ഇവരും കാണുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കൂല ഇവർ. കാരണം എന്ന് വെച്ചാൽ ഇവര് നാടോടികൾ, അറബികൾ എന്ന് പറഞ്ഞാൽ പൊതുവേ നാടോടികളാണല്ലോ. അവരിങ്ങനെ യാത്ര എന്നൊക്കെ പറഞ്ഞ്, ഇങ്ങനെ കച്ചവടം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേശാടനം നടത്തുന്നവരാ. അതുപോലെ കാലികളെ മേക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങളോളം പുല്ലും വെള്ളവും ഒക്കെ ഉള്ള ഇടം തേടിയിട്ട് യാത്ര പോകുന്നവരാ. അപ്പോൾ അവരിങ്ങനെ 1 ദിവസം 2 ദിവസം ഒരാൾ 4 ദിവസം ഒരാൾ കാണാതായത് അവിടെ ശ്രദ്ധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇങ്ങനെ കുറെ ആളുകൾ ഒരുപാട് ദിവസം കാണാതായപ്പോൾ അവർ അന്വേഷിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവർ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറുകയാണ്. ഇവർ യസിരിബിലെത്തിയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ മനസ്സിലാക്കുമ്പോൾ അവർ പിന്നെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുകയാണ്, എന്നാൽ ഇനി മുഹമ്മദും പോകും. മുഹമ്മദ് ഇപ്പൊ പോയിട്ടില്ല, മുഹമ്മദ് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. മുഹമ്മദിനെ നമ്മൾ ശരിയാക്കി കളയാം, ഇനി വെച്ചേക്കാൻ പാടില്ല. ഈ അവസാനത്തെ സമയമാണ് എന്നവർ തീരുമാനിക്കും. അങ്ങനെ അവർ തീരുമാനിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഒരു രാത്രിയിൽ അവർ വളയുന്നത്. വീട് വളഞ്ഞത് എല്ലാ ഗോത്രക്കാരും കൂടിയിട്ടാണ്. എന്താണെന്നറിയോ? ഇതൊരു ഗോത്ര വഴക്കായിട്ട് മാറാൻ പാടില്ല. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടത്തിയ പ്രസംഗത്തിൽ കുടിപ്പക, നിങ്ങളുടെ രക്തത്തിന്റെ, ഗോത്രങ്ങൾ തമ്മിലുള്ള രക്തത്തിന്റെ കുടിപ്പകയും പ്രതികാരവും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ല. ചാലിനടിയിലിട്ട് ചവിട്ടി താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് ഈ കുടിപ്പക ഉണ്ട്. ഒരു ഗോത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഫൈറ്റാണ്. യുദ്ധങ്ങളും കലഹങ്ങളും കൊല്ലും കൊലയും തമ്മിലുള്ള ഈ അടിപിടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോത്ര മത്സരങ്ങളാണ്. അതുകൊണ്ട് ഇത് ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നല്ല ഞങ്ങളെ ഗോത്രത്തിൽപ്പെട്ട ആളെ എന്നെ ആൾ കൊന്നു എന്ന് പറഞ്ഞിട്ട്, അതും പ്രമുഖനായ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട, അവിടുത്തെ ഏറ്റവും പ്രമുഖ ഗോത്രം എന്ന ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടാൽ എന്ത് സംഭവിക്കും അല്ലേ? അപ്പൊ അത് ഗോത്രം വഴക്ക് ആവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചേർന്നിട്ട് എല്ലാ ഗോത്രത്തിലും പെട്ട ഓരോരുത്തരും ആളുമായിട്ട് വീട് വളഞ്ഞു നിൽക്കണം. മുഹമ്മദ് പുറത്തിറങ്ങി വരുമ്പോൾ രാവിലെ വെട്ടണം. അങ്ങനെയാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് വീട് വളയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ത് ചെയ്തു? അത് വേറൊരു പ്ലാനിങ്ങിന്റെ ഭാഗം. അള്ളാഹുവിന്റെ റസൂൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ പുറപ്പെടാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ രാത്രി തന്നെയാണ് ഇവർ വീട് വളയുന്നത്. ആരുടെ കൂടെയാണ് പുറപ്പെടുന്നത്? അവിടെ നമുക്ക് വേറൊരു പ്ലാനിങ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അനുയായി, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആത്മമിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയുന്ന ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നബി ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അബൂബക്കർ പോയിട്ടില്ല. അബൂബക്കർ ചോദിക്കുന്നുണ്ട്, ഞാൻ പോവട്ടെ നബിയെ, ഞാൻ പോവട്ടെ നബിയെ. അപ്പോൾ എല്ലാവരും പോവുകയാണല്ലോ, ഞാൻ അപ്പോൾ പറഞ്ഞു, ആയിട്ടില്ല, നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനെ അല്ലാഹു തആല തരും. അപ്പോൾ രണ്ടുപേര് കൂട്ടായിട്ട് അങ്ങനെ വിടില്ലേ, നിങ്ങൾക്കൊരു കൂട്ടുകാരനെ കിട്ടും. പക്ഷെ ആരാണെന്ന് പറയുന്നില്ല, നമ്മൾ ഒന്നിച്ചാണ് പോകുന്നതെന്ന് പറയുന്നില്ല. പോകുന്നതിന്റെ തലേ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ നോക്കൂ, അവിടെ പാലിക്കുന്ന ആ ശ്രദ്ധ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, നാളെ നമ്മൾ പുറപ്പെടുകയാണ്, ഇന്ന് രാത്രി നമ്മൾ പുറപ്പെടാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പം ആളുകാരം കൊടുക്കണം. എന്നിട്ട് വീട് വിട്ട് ആ വീട് രാത്രി വരെ വളഞ്ഞപ്പോൾ ആ വീട്ടിൽ നിന്ന് അത്ഭുതകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രക്ഷപ്പെട്ടു. അത് ഖുദ്റത്താണ്, അല്ലാഹുവിന്റെ ഒരു മുഅ്ജിസത്താണ്, പ്രവാചകന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ഭുതകരമായി അവിടുന്ന് രക്ഷപ്പെട്ടു പോവാ. രക്ഷപ്പെട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് പോവാണ്. അതുപോലെ വേറെ ഒരാളെ പോവാൻ അനുവദിക്കാതെ താമസിപ്പിച്ചിരുന്നു. അത് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. ഒന്ന്, നബി കിടക്കുന്നിടത്ത് കിടത്തി ഇവര് വാതിലിന്റെ അടി കൂടെ ഇങ്ങനെ നോക്കൂ, രാത്രി ആള് കിടക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, അതാ കിടക്കുന്ന ആരാ? അലി റളിയല്ലാഹു അൻഹു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കയ്യിൽ ആ സമയത്തും അവരെ ഏൽപ്പിച്ചിരുന്ന വസ്തുവകകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന അല്ലമീനാണല്ലോ, സത്യസന്ധൻ. ആ നാട്ടിലെ ഏറ്റവും വിശ്വസ്തനും സത്യസന്ധനുമായ മനുഷ്യനാണ്. അതുകൊണ്ട് പലരുടെയും സാധന സാമഗ്രികൾ, വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു വിശ്വാസപൂർവ്വം. അതൊക്കെയും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുമതലയാണ്. താൻ കിടക്കുന്നിടത്ത് കിടക്കുക, തൻ്റെ വിരിപ്പിൽ കിടക്കാനും ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനും വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് പോയി കഴിഞ്ഞിരിക്കുക. പിന്നെ ചിലർ പിന്നെ വരുന്ന കഥ വേറെ ഒന്നുമില്ല, അത് പിന്നീട്. അപ്പോൾ അവിടെ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഗതി പറയുന്നില്ല. എന്നിട്ടും അവിടെ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തുന്നു. അവിടെ പെട്ടെന്ന് യാത്രക്കുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുന്നു. യാത്ര പുറപ്പെടുന്നു. പുറപ്പെട്ടു പോകുന്നത് എവിടേക്കാണ്? മദീനയിലേക്കാണ്. പക്ഷെ നടന്നതോ നേരെ എതിർദിശയിലേക്കാണ്. ഏത് ദിശയിലേക്കാണ്? കാരണം രാവിലെ പ്രവാചകൻ ഇറങ്ങി വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ പ്രവാചകനെ കാണൂല. മുഹമ്മദ് രക്ഷപ്പെട്ടു പോയി എന്ന് അവർ ഉറപ്പിക്കും. അങ്ങനെ വരുമ്പോൾ അവർ പ്രവാചകനെ അന്വേഷിച്ചുകൊണ്ട് നാലുപാടും അവർ ഓടും, പിടിക്കാൻ ശ്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തറിയാം? നേരെ വിപരീത ദിശയിലേക്ക് നടന്നു. കുറേ അങ്ങ് നടന്നു പോയിട്ട് വലിയൊരു കുന്നിന്റെ മുകളിൽ, ഒരു മലയുടെ മുകളിലേക്ക് അങ്ങ് നടന്നു കയറി. ആ മലയാണ് നമ്മളൊക്കെ ഉംറക്ക് പോകുമ്പോൾ കാണുന്ന സൗർ ഗുഹ അല്ലേ? സൗർ ഗുഹ എന്ന് പറയുന്നത് സൗർ. 1.5 മണിക്കൂർ സമയമെങ്കിലും നടന്നു കയറിയ ആളുകളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അതിൽ നടന്നു കയറിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മളൊക്കെ താഴെ നിന്ന് ഇങ്ങനെ നോക്കാനുള്ള ഇത് നമുക്ക് ഉണ്ടാവും. ധൈര്യം ഇല്ലാത്തതുകൊണ്ട് കയറാത്തതുകൊണ്ട് ഇങ്ങനെ കയറി അതിന്റെ മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് ഒളിച്ചിരുന്നത് 3 ദിവസം അവിടെ താമസിച്ചു. അവിടെ അപ്പോൾ വിപരീത ദിശയിലേക്ക് അതൊരു കരുതലാണ്, ശ്രദ്ധ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന കഥ പിന്നെ പറയുന്നുണ്ട്. അത് ജിദ്ദയുടെ ഓരത്ത് കൂടെ മദീനയിലേക്ക് സാധാരണ പോകുന്ന വഴിയേ അല്ല. ഏറ്റവും നല്ല വഴി അറിയുന്ന ഒരു വഴികാട്ടിയെ ആ യാത്രക്ക് വേണ്ടി കൂട്ടി. അപ്പൊ ഇതൊക്കെ എന്താണെന്നറിയോ? ഇതിൽ ഹിജ്റ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള പ്ലാനിങ്, അതപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനെപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒരു ചരിത്രമായിട്ട് നമുക്ക് ചെറുത്ത ഒരു അറിവിന് വേണ്ടിയും അതോടൊപ്പം ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ബന്ധപ്പെടുത്തി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അത് ഈ പറയാനെങ്കിൽ ഇന്ന് സമയമുള്ളൂ. ബാക്കിയുള്ള സംഗതിയുണ്ട്. ഏതൊരു സംഗതിക്കും മനസ്സിലാക്കണം, ഏതൊരു സംഗതിക്കും നമ്മുടെ മുമ്പിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം പൂർത്തീകരിക്കുവാൻ ആവശ്യമായ പ്ലാനും പദ്ധതിയും നമുക്ക് ഉണ്ടാകണമെന്ന് ഹിജ്റ എന്ന് പറയുന്ന ഈ ചരിത്ര സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഇപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ള മെസ്സേജ്. നമ്മുടെ മുമ്പിൽ നമുക്ക് വലിയ ലക്ഷ്യം, അത് ഏതൊരു ലക്ഷ്യമാ, അനുവദനീയമായ ഏതൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. വലിയൊരു ബിസിനസ്സാണ് നമ്മുടെ ലക്ഷ്യം, വലിയൊരു ജോലിയാണ് നമ്മുടെ ലക്ഷ്യം, പഠിച്ചു വലിയൊരു അവസ്ഥയിലെത്തലാണ് നമ്മുടെ ലക്ഷ്യം, കാർഷിക മേഖലയിൽ വലിയൊരു പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം. ഭൗതികമായി തന്നെ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തണമെന്ന നല്ല ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹവും നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ കൃത്യമായ പ്ലാനിങ്
ഉണ്ടാകണമെന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം പ്രവൃത്തിയിലെ ഹിജ്റ എന്ന് പറയുന്ന ഈ പ്രവൃത്തിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലക്ഷ്യത്തിലെത്തും. പക്ഷേ മലയാളത്തിലൊരു ചൊല്ലില്ലേ, താൻ പാതി ദൈവം പാതി. പാതി ഇവിടെ കഴിഞ്ഞു. ഏത് മനുഷ്യന് സാധ്യമായ എല്ലാ പഴുതടച്ച ഒരുക്കങ്ങൾ നോക്കുമ്പോൾ, പഴുതടച്ച ഒരുക്കങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തണം അതൊക്കെ ഈ സംഗതി വിജയിപ്പിച്ചെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തു. അതാണ് ഈ താൻ പാതി എന്ന് പറയുന്നത്. ഇനി ബാക്കി കിടക്കുന്നത് എവിടെ അറിയോ? ബാക്കി കിടക്കുന്നത് ദൈവം പാതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ സംഗതിയാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ നമുക്ക് പറയാം. ആ പാതി കൂടി ഉണ്ടാകുമ്പോഴേ നമ്മൾ മനുഷ്യസാധ്യമായതൊക്കെ ചെയ്തിട്ട് ബാക്കി റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഏൽപ്പിച്ചിട്ട് ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്ത് നിർവഹിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, മുഹമ്മദിനെ പിടിക്കുന്നവർക്ക് 100 ഒട്ടകം സമ്മാനമെന്ന് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഈ സമ്മാനവും തേടി കിട്ടാൻ വേണ്ടിയിട്ട് മക്കയുടെ മുഴുവൻ ഊടുക വഴികളിലൂടെയും നടപ്പ് വഴികളിലൂടെയും ഈ ആളുകൾ ഓടി ഇവര് ഒട്ടകങ്ങളുടെ കാൽപ്പാടങ്ങൾ പരിശോധിച്ചിട്ട്, നരവഴികൾ പരിശോധിച്ചിട്ട് ഈ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ഈ ഹിറാ ഫൗർ ഗുഹയുടെ വാതിൽക്കൽ വരെ എത്തുകയാണ് ചെയ്തത്. പക്ഷെ എത്തിയതിനു ശേഷം അവിടെ വെച്ച് കണ്ടില്ല. അപ്പൊ നോക്കൂ, അള്ളാന്റെ റസൂൽ നമ്മൾ മനുഷ്യ സാധ്യമായതും ചെയ്തത് മാത്രം മതിയായിരുന്നുവെങ്കിൽ അവരവിടെ കാണും. പക്ഷെ അതിനുശേഷമാണ് ബാക്കിയുള്ള സംഗതി പ്രവർത്തിക്കുന്നത്. അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രസിദ്ധമായ ആ പ്രഖ്യാപനം അള്ളാഹുവിന്റെ റസൂല് ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്നത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലമാണ് ഇൻഷാ അല്ലാഹ് ഇതിന്റെ അടുത്തൊരു ആഴ്ച നമുക്ക് പറയാം. എന്തായിരുന്നാലും ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുക. വെറുതെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഖൗമിനെ കുറിച്ച്, നമ്മളെ ഉമ്മത്തിനെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു ആസൂത്രണത്തിന്റെ കുറവാണ്. നമുക്ക് കുറെ കൃത്യതയില്ല, വ്യക്തതയില്ല, പ്ലാനിങ് ഇല്ല, പദ്ധതിയില്ല. അങ്ങനെയല്ല, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടാവണം. അതിനാവശ്യമായ നല്ല മുന്നൊരുക്കങ്ങളും പ്ലാനിങ്ങും പദ്ധതിയും നമുക്കുണ്ടാകണമെന്ന് സ്വന്തം കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അത് ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുക. ഇതാണ് ഹിജ്റയിൽ 4-5 പോയിന്റുകളെന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു പോയിന്റായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ. الحمدلله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഹറം മാസത്തിലാണുള്ളതെന്ന് നമുക്കറിയാലോ. മുഹറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് മുഹറത്തിലെ നോമ്പാണ്. മുഹറം 10 നോമ്പ് അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പും അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം 10 നോമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ്. അപ്പൊ അതിൽ 9 കൂടി ചേർക്കാം. അത് മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു തആല രക്ഷപ്പെടുത്തിയ ദിനമെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ. അപ്പൊ അതിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഒരു ദിവസം കൂടി നോമ്പെടുക്കാം. ഒന്നുകിൽ 9 നോമ്പെടുക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഒരു നിലക്കും സാധ്യമല്ലെങ്കിൽ 10ഉം 11ഉം അങ്ങോട്ട് എടുക്കുക. അങ്ങനെയും പറ്റും. 9നും എന്തോ ഒരു തടസ്സം പറ്റിയില്ല എങ്കിൽ 10ഉം 11ഉം അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ 9ഉം 10ഉം നോമ്പെടുക്കുക എന്നതാണ്. അപ്പം ഒരു ചോദ്യമുണ്ട്, വരുന്ന വഴിക്കൊക്കെ ആ ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അപ്പം എന്നാ നോമ്പെടുക്കണ്ടെന്ന്? എന്നാ ഇപ്പം മുഹറം 9ഉം 10ഉം ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ? ഇത് നമ്മൾ കഴിഞ്ഞ ബലിപെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മളാൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എന്താ പറയുക, ഒരു ഐക്യം, ഒരു ഏകീഭാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. അപ്പോൾ നോമ്പെന്നാന്ന് എപ്പോഴും നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയാം. നോമ്പെന്നാന്ന് അപ്പം അങ്ങനെ പറയാം. ഒരു കാര്യം ഞാൻ പറയാം,
ഞാൻ നാളെയും മറ്റന്നാളുമാണ് നോമ്പെടുക്കുന്നത്. എൻ്റെ ഒരു ബോധ്യം. നിങ്ങളുടെ ബോധ്യം എന്താണെന്ന് പറയാൻ ഈ വിഷയത്തിൽ. അപ്പോൾ എനിക്ക് അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞോണ്ടേ ഞാൻ നാളെ 9 എന്ന് വിചാരിക്കുന്നു, 10 മറ്റന്നാളാണ്. എൻ്റെ ഒരു ധാരണ അനുസരിച്ച് അങ്ങനെയാണ് നോമ്പെടുക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നാലും മുഹറം 9ഉം 10ഉം സുന്നത്ത് നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എടുക്കാൻ വേണ്ടി സാധ്യമായവരൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഈ ഉമ്മത്തിന് ഐക്യം പ്രദാനം ചെയ്യണേ തമ്പുരാൻ. വിശ്വാസത്തിലും ആദർശത്തിലും ഒരുമ പ്രദാനം ചെയ്യണേ തമ്പുരാൻ. ലക്ഷ്യത്തിൽ ഒരുമ പ്രദാനം ചെയ്യണേ തമ്പുരാൻ. ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാനുള്ള കഴിവും കരുത്തും തൗഫീഖും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാൻ. നാഥ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ നാഥ. ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ തമ്പുരാൻ. മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാൻ. താങ്ങാനാവാത്ത ഭാരങ്ങളാൽ രോഗങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാൻ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും നാഥ നിന്നിലേക്ക് മടങ്ങി അവർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാൻ. അവരുടെ ഖബർ വിശാലമാക്കണേ നാഥ. ഖബർ പ്രകാശപൂരിതമാക്കണേ തമ്പുരാൻ. അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാൻ. പടച്ചവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ അത്യുന്നതമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.